കൂട്ടുകാരെ, ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് 34/2023 ബെവ്കോ LDC എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രണ്ടാം ഭാഗമാണ്. ആദ്യത്തെ ഭാഗം വീഡിയോ ചെയ്തിരുന്നു, കണക്റ്റഡ് ഫാക്ട്സ് പറഞ്ഞിരുന്നു. ഇന്ന് രണ്ടാമത്തെ ഭാഗം. അപ്പം നേരെ ക്ലാസ്സിലേക്ക് കയറാം. ആറാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP27 2022 നവംബറിൽ ഈജിപ്തിലാണ് നടന്നത്. രണ്ടാമത്തെ പ്രസ്താവന, ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ്. 3. 2022 മനുഷ്യാവകാശ ദിന മുദ്രാവാക്യം എല്ലാവർക്കും അന്തസ്സും സ്വാതന്ത്ര്യവും നീതിയും എന്നുള്ളതാണ്. 4. മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിൻ്റെ 75-ാം വാർഷികം ഐക്യരാഷ്ട്ര സഭ 2022 ഡിസംബർ 10 ആഘോഷിച്ചു. പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം. ശരിയായത് പഠിക്കാം. UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം 2022 നവംബറിൽ ഈജിപ്തിലാണ് നടന്നത്. ശരിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ്. ശരി. 2022 മനുഷ്യാവകാശ ദിന മുദ്രാവാക്യം എല്ലാവർക്കും അന്തസ്സും സ്വാതന്ത്ര്യവും നീതിയും. അത് 3 ശരി. ഒന്നുകൂടെ, UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം 2022 നവംബറിൽ ഈജിപ്തിൽ വെച്ച് നടന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ്. 2022 മനുഷ്യാവകാശ ദിന മുദ്രാവാക്യം എല്ലാവർക്കും അന്തസ്സും സ്വാതന്ത്ര്യവും നീതിയും. ഐക്യരാഷ്ട്രസഭ എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. ഐക്യരാഷ്ട്രസഭ എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായ ഉടമ്പടിയാണ് 1941 അറ്റ്ലാന്റിക് ചാർട്ടർ. അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും വിൻസ്റ്റൺ ചർച്ചിലുമാണ്. ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് 6 പ്രധാന ഘടകങ്ങളാണുള്ളത്. പൊതുസഭ, രക്ഷാസമിതി, സാമ്പത്തിക സാമൂഹിക സമിതി, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, സെക്രട്ടേറിയറ്റ്. UN-ൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാന്ന് ചോദിച്ചാൽ പോർച്ചുഗീസ് മുൻ പ്രധാനമന്ത്രിയായിരുന്ന അന്റോണിയോ ഗുട്ടറസ് ആണ്. ചോദ്യം 7. ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? പ്രസ്താവന വായിക്കാം. ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം സിയാൽ എന്നും സിയാലിന് താഴെ കടൽത്തറ ഭാഗം സിമ എന്നും അറിയപ്പെടുന്നു. 2. ഭൂവൽക്കവും മാൻഡിലും തമ്മിൽ വേർതിരിക്കുന്ന വരമ്പാണ് ഗുട്ടൻബർഗ് വിഛിന്നത. 3. ഭൂവൽക്കവും പുറംകാമ്പും ചേർന്നതാണ് ലിത്തോസ്ഫിയർ. 4. മാൻഡിലിൻ്റെ ദുർബലമായ മുകൾ ഭാഗത്തെ അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. നമുക്ക് ഭൂമിയുടെ ഘടന നോക്കാം. ഭൂമിയുടെ പാളികൾ. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി അറിയപ്പെടുന്നതാണ് ഭൂവൽക്കം. ഭൂവൽക്കം ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി. ഭൂവൽക്കത്തിന് താഴെയായി മാൻഡിൽ, അതിന് താഴെയായി കാമ്പ്. സിലിക്ക, അലുമിന എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്ന് വിളിക്കുന്നു. സിലിക്ക, മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ സമുദ്ര ഭൂവൽക്കത്തെ സിമ എന്ന് വിളിക്കുന്നു. സിയാൽ എന്നാൽ വൻകര ഭൂവൽക്കവും സിമ എന്നാൽ സമുദ്ര ഭൂവൽക്കവുമാണ്. ഭൂവൽക്കത്തിൻ്റെയും മാൻഡിലിൻ്റെയും അതിർത്തിയെ
മൊഹറോവിസ് വിഛിന്നത എന്നും മാൻഡിലിൻ്റെയും കാമ്പിൻ്റെയും അതിർത്തിയെ ഗുട്ടൻബർഗ് വിഛിന്നത എന്നും വിശേഷിപ്പിക്കുന്നു. ഭൂവൽക്കത്തിൻ്റെയും മാൻഡിലിൻ്റെയും അതിർത്തി മൊഹറോവിസ് വിഛിന്നത, മാൻഡിലിൻ്റെയും കാമ്പിൻ്റെയും അതിർത്തി ഗുട്ടൻബർഗ് വിഛിന്നത. ചോദ്യത്തിൽ ലിത്തോസ്ഫിയർ എന്താണെന്നുണ്ട് അല്ലേ. മാൻഡിലിൻ്റെ ഉപരിഭാഗവും ഭൂവൽക്കവും ചേർന്ന് പറയുന്നതാണ് ലിത്തോസ്ഫിയർ. ഭൂവൽക്കത്തെയും മാൻഡിലിൻ്റെ ഉപരിഭാഗത്തെയും ചേർത്ത് പറയുന്ന പേര് ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം. ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം സിയാൽ എന്നും സിയാലിന് താഴെ കടൽത്തറ ഭാഗം സിമ എന്നും അറിയപ്പെടുന്നു. അതായത് സമുദ്രഭാഗം സിമയും വൻകര ഭൂവൽക്കം സിയാൽ എന്നും. അപ്പോൾ അത് ശരിയാണല്ലേ. രണ്ടാമത്തെ ഓപ്ഷൻ ഭൂവൽക്കവും മാൻഡിലും തമ്മിൽ വേർതിരിക്കുന്ന വരമ്പാണ് മൊഹറോവിസ് വിഛിന്നത അല്ലേ. ലിത്തോസ്ഫിയർ എന്താണപ്പോൾ? ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നാണ് ലിത്തോസ്ഫിയർ ആയിരിക്കുന്നത്. മാൻഡിലിൻ്റെ ദുർബലമായ മുകൾ ഭാഗത്തെ അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ഇവിടെ ചോദ്യത്തിൽ ഒന്നാമത്തെ പോയിന്റും നാലാമത്തെ പോയിന്റും മാത്രമാണ് ശരി. അടുത്ത ചോദ്യം 8. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? ട്രോപ്പോസ്ഫിയർ, അയണോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ. ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ പാളികളാണ് പറഞ്ഞിരിക്കുന്നത്. കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ അനുഭവപ്പെടുന്നത്, അതായത് മഴയും കാറ്റുമൊക്കെ അതുപോലെയുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ അനുഭവപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ശരിയാണ്. റേഡിയോ തരംഗങ്ങൾ പാസ് ചെയ്യുന്നത് അയണോസ്ഫിയറിലാണ്. ഓസോൺ പാളികൾ കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. അറോറ കാണപ്പെടുന്നത് തെർമോസ്ഫിയറിലാണ്. ഇവിടെ ഒന്നാമത്തെയും രണ്ടാമത്തെ ഓപ്ഷനാണ് ശരി. ട്രോപ്പോസ്ഫിയറിൽ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ കാണുന്നു, അയണോസ്ഫിയറിലൂടെ റേഡിയോ തരംഗങ്ങൾ പാസ് ചെയ്യുന്നു. അടുത്ത ചോദ്യം 9. ശരിയായ ജോഡി കണ്ടെത്തുക. ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതമാണ് ഹിമാലയ. ഹിമാലയ മടക്ക് പർവ്വതമാണ് ഒന്നാമത്തെ ഓപ്ഷൻ ശരി. ആൻഡമാൻ നിക്കോബാറിലുള്ള ബാരൻ ദ്വീപിൽ അഗ്നിപർവ്വതങ്ങളാണ്. ശരിയാണ്. ആരവല്ലി ഒരു അവശിഷ്ട പർവ്വതമാണ്. വിന്ധ്യ സത്പുര ഖണ്ഡപർവ്വതമാണ്, ബ്ലോക്ക് മൗണ്ടെയ്ൻസ്. ഇപ്പോൾ ഇവിടെ ശരിയായത് 1ഉം 4ഉം ഓപ്ഷനാണ്. ഹിമാലയ മടക്ക് പർവ്വതമാണ്, ബാരൻ ദ്വീപ് അഗ്നിപർവ്വതമാണ്. 10ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിക്കുന്നത് പെരിയാർ നദിയെയാണ്. ചാലക്കുടി പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നു. പമ്പാ നദി അഷ്ടമുടിക്കായലിൽ ചേരുന്നു. കബനി നദി കാവേരി നദിയിൽ ചേരുന്നു. ശരിയായ പ്രസ്താവന ഏതാണ്? അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ചിരിക്കുന്നത് പെരിയാർ നദിയെയാണ്. ശരിയാണ്. ചാലക്കുടി പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നു. ശരി തന്നെ. കബനി നദി കാവേരി നദിയിൽ ചേരുന്നു. അപ്പോൾ 1, 2, 4 ഓപ്ഷൻ ശരിയാണ്. കൂട്ടുകാരെ, അപ്പോൾ ഇതുവരെ നമ്മൾ 10 ചോദ്യവും അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സും പഠിച്ചു കഴിഞ്ഞു. കുറച്ച് പുതിയ പോയിൻറ്സും കിട്ടി, കുറച്ച് അറിയാവുന്ന പോയിൻറ്സും ഉണ്ട്. ഓക്കെ, എല്ലാവരും എന്തായാലും റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്യുമ്പോഴേ ഓർമ്മയിൽ നിൽക്കൂ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ബബ്കോ LDയുടെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് ഉടനെ കാണാം. See you.